ശ്രീനാദേവി കുഞ്ഞമ്മയെ ദിപ്പ അങ്ങ് പൊരിച്ചടുക്കി കയ്യിൽ തരും എന്ന് പറഞ്ഞിട്ട് കുറച്ചാളുകൾ കുറച്ചധികം ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ശ്രീനാദേവിയുടെ കഞ്ഞികൂടി മുട്ടിക്കും എന്ന് പോലും വെല്ലുവിളിച്ചിരുന്നു. മാത്രവുമല്ല, യഥാർത്ഥത്തിൽ വന്ന് ബബിൾക്കം പൊട്ടിക്കുന്നോ ബോംബ് പൊട്ടിക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് MA ഷഹനാസ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും വലിയ രീതിയിലുള്ള വെല്ലുവിളിയൊക്കെ വന്നിട്ടുണ്ട്. കാര്യമായ വെല്ലുവിളി ആരും തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അതത്ര തന്നെ വാല്യൂ പലരും കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പലരും ശ്രീനാദേവി കുഞ്ഞമ്മയെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു. റേഷൻ കാർഡിന്റെ പേരിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും പേര് വെട്ടണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പോലും പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു. എന്നാൽ അതിനെല്ലാത്തിനും തന്നെ ഇപ്പോഴിതാ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ്. ഈ വെല്ലുവിളിച്ചവരും വിവാദമൊക്കെ വലിച്ചഴിച്ചവരും അതുപോലെ തന്നെ നേർക്കുനേർ വരണമെന്നൊക്കെ തന്നെ വെല്ലുവിളിച്ചവരുടെ പൊടിയിട്ടാൽ അല്ലെങ്കിൽ മഷി ഇട്ടാൽ പോലും കാണാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കോൺഗ്രസ് നേതാവും പത്തനംതിട്ടയിലെ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടല്ല എന്ന വിവരാവകാശ രേഖ. അപേക്ഷയിൽ കാർഡ് ഉടമയുടെ സമ്മതപത്രം ഉണ്ടായിരുന്നു. ഉടമയുമായി ബന്ധം തെളിയിക്കുന്ന റിലേഷൻ സർട്ടിഫിക്കറ്റ് പകർപ്പും ആധാർ കാർഡിന്റെ പകർപ്പും സമർപ്പിച്ചിരുന്നുവെന്നും വിവരാവകാശ രേഖയിൽ തന്നെ വ്യക്തമാകുന്നു. വ്യാജമായിട്ടാണ് ശ്രീനാദേവിയുടെ പേര് റേഷൻ കാർഡിൽ ചേർത്തത് എന്ന് ആരോപിച്ച് കാർഡ് ഉടമയുടെ മക്കൾ രംഗത്തെത്തിയിരുന്നു. അവർ നൽകിയ പരാതിയിൽ കാർഡിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടിയിരുന്നു. പാർട്ടി വിട്ടതിന്റെ വൈരാഗ്യത്തിന്റെ പുറത്ത് ചെയ്തതാണ് ഉദ്യോഗസ്ഥരെ ചാക്കിട്ട് CPI നേതൃത്വം നടത്തിയ പകപോക്കലാണ് എന്ന് തെളിയിക്കുന്നതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ഒരു കാര്യം തെളിയിക്കുന്നതാണെന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ശ്രീനാദേവി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കൃത്യമായിട്ടാണ് താൻ ഈ രേഖകളെല്ലാം തന്നെ സമർപ്പിച്ചിട്ടുള്ളതെന്നും അതിലൊരു തരത്തിലുമുള്ള പൊള്ളത്തരങ്ങളോ കള്ളത്തരങ്ങളോ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശരിയാണ് എന്ന് ഇപ്പോൾ ഈ വാർത്തയിൽ നിന്നും വ്യക്തമാവുകയാണ്. വ്യാജരേഖ ചമച്ച് റേഷൻ കാർഡിൽ പേര് ചേർത്തെന്ന പരാതിയിൽ സപ്ലൈ ഓഫീസ് റേഷൻ കാർഡ് റദ്ദാക്കിയതിന് പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിയിരുന്നു. റദ്ദാക്കപ്പെട്ട റേഷൻ കാർഡിലെ മേൽവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ഉണ്ടായിരുന്നത്. ബന്ധുക്കളിൽ ചിലരെ ഉപയോഗിച്ചുള്ള CPIയുടെ രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആരോപണം. കാർഡ് ഉടമയുടെ മകൻ ശ്യാംജിത്ത് S പിള്ളയാണ് വ്യാജരേഖ ചമച്ചതെന്ന് ആരോപിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി നൽകിയിരുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർത്തത് കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന് സൂചിപ്പിച്ചാണെന്നും എന്നാൽ കാർഡ് ഉടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ല എന്നും പരാതിയിൽ പറയുകയാണ്. കാർഡ് ഉടമ 2024 സെപ്റ്റംബർ 18 മരിച്ചുവെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരുവെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉത്തരവ് ഇടുകയും ചെയ്തിരുന്നു. നേതൃത്വവുമായി ഇടഞ്ഞാണ് ശ്രീനാദേവി കുഞ്ഞമ്മ CPI വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. അടൂർ താലൂക്കിൽ ഏറത്തു പഞ്ചായത്ത് 17-ാം വാർഡിൽ കൊള്ളാശ്ശേരിയിൽ വീട്ടിൽ യശോദ S പിള്ള എന്നയാളുടെ റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്ത് എന്ന് ആരോപിച്ച മക്കളായ ശ്രീജിത്ത് S പിള്ള, ശ്യാംജിത്ത് S പിള്ള, സഞ്ജിത്ത് S പിള്ള എന്നിവർ നൽകിയ പരാതിയിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ നടപടി സ്വീകരിച്ചത്. ശ്രീനയുടെ പേര് കാർഡിൽ നിന്ന് നീക്കിയതിന് പിന്നാലെ വിവാദം ആയിരുന്നു. ശ്രീന വ്യാജരേഖ ചമച്ചാണ് കാർഡിൽ കടന്നുകൂടിയത് എന്നായിരുന്നു പരാതി. കൊല്ലം ജില്ലയിൽ പേരുവഴി പഞ്ചായത്തിൽ കമ്പലടി അയണിവേലിയിൽ വീട്ടിൽ താമസക്കാരായി ശ്രീനാദേവി കുഞ്ഞമ്മ ഈ കാർഡ് ഉപയോഗിച്ച് ഏറത്ത് പഞ്ചായത്തിൽ 17-ാം വാർഡിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രീനയുടെ ജില്ലാ പഞ്ചായത്ത് അംഗത്വം റദ്ദാക്കണമെന്നും അവകാശം ഉയർന്നിരുന്നു. ശ്രീന വ്യാജരേഖ ചമച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന വിവാദം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനിടെയാണ് അവർ ഈ കൃത്യമായി തന്നെ പ്രതികരണവും നടത്തിയിരുന്നത്. തന്റെ അമ്മാവൻ KK സോമനാഥൻ പിള്ളയുടെ ഭാര്യയാണ് യശോദ. ഇവർക്ക് 4 മക്കളാണ് ഉള്ളത്. അതിൽ ആൺമക്കളാണ് പരാതിക്കാർ. ശ്രീ പാർവതി എന്നൊരു മകൾ കൂടി ഇവർക്കുണ്ട്. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ ജോലി സ്ഥലത്താണ് ശ്രീ പാർവതി ഉള്ളത്. 2014-15 കാലഘട്ടത്തിൽ താൻ അമ്മാവന്റെ വീട്ടിൽ താമസം തുടങ്ങി. തുടർന്ന് താനും പാർവതിയും ഒന്നിച്ച് സിവിൽ സർവീസ് പരിശീലനത്തിന് തിരുവനന്തപുരത്ത് ചേർന്നു. അപ്പോഴും അമ്മാവന്റെ വീട്ടിലാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിച്ചിരുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോഴും പത്തനംതിട്ട ജില്ലാ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. യുവജന സംഘടന ഭാരവാഹിത്വവും പത്തനംതിട്ടയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2019-ൽ അമ്മാവൻ മരിച്ചു. ഇതിനിടെ യശോദ S പിള്ള അസുഖബാധിതയായി. ആൺമക്കൾ മൂവരും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോൾ യശോദ ജീവനാംശം കിട്ടാൻ
RTOയ്ക്ക് കേസ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ജീവനാംശം ലഭിച്ചു. 2020 ശ്രീനയുടെ പേര് ഇവിടെ റേഷൻ കാർഡിൽ ചേർത്തത്. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇതിന് വേണ്ട സഹായം മുഴുവൻ ചെയ്തത് CPI ജില്ലാ നേതൃത്വവും ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനുമാണ്. അന്ന് എതിർപക്ഷത്തായിരുന്ന കോൺഗ്രസ് ശ്രീനാദേവിക്കെതിരെ വോട്ടർ പട്ടികയെ ചൊല്ലി കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ കളക്ടർ ഇത് തള്ളി. അതിനുശേഷം ശ്രീനാദേവിയും ജില്ലാ സെക്രട്ടറി AP ജയനുമായി അസ്വാരസ്യം ഉടലെടുത്തിരുന്നു. ശ്രീന നൽകിയ പരാതിയിന്മേൽ ജയനെതിരെ സംസ്ഥാന നേതൃത്വം നടപടി എടുത്തു. അദ്ദേഹത്തെ തരം താഴ്ത്തി. ഇതോടെ ശ്രീനയും പാർട്ടിയുമായി നിരന്തരം പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഒടുക്കം ശ്രീന പാർട്ടി അംഗത്വവും ജില്ലാ പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 2024 ഒക്ടോബർ 18 ശ്രീനയുടെ അമ്മാവിയായ യശോദ S. പിള്ള മരണമടഞ്ഞു. തനിക്കെതിരെ നൽകിയ പരാതിയിൽ യശോദയുടെ മകൾ അവർ മരിച്ച മാസമായി എഴുതിയിരിക്കുന്നത് ഒക്ടോബറിന് പകരം സെപ്റ്റംബർ എന്നാണ് എന്ന് ശ്രീനാദേവി ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള വീടിന്റെയും വസ്തുവിന്റെയും അവകാശം അവരുടെ 4 മക്കളുമായി നേരത്തെ നൽകിയിരുന്നു. ഇതിൽ മകളായ പാർവതിയുടെ വിഹിതത്തിൽ പകുതി തനിക്ക് എഴുതി തന്നുവെന്ന് ശ്രീന പറയുന്നു. ഇതോടെ ഈ വീടിന് ശ്രീനയ്ക്കും ഒരു അവകാശമുണ്ടെന്നും അതിന് ശ്രീനയും അവകാശിയുമാണ് എന്നാണ് വിവരം. ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് തനിക്കെതിരെ നീക്കം തുടങ്ങിയത്. CPI നേതാക്കളാണ് ഇതിന് പിന്നിലെന്ന് ശ്രീന ആരോപിക്കുന്നുണ്ട്. പരാതി ലഭിച്ചതിന് പ്രകാരം താലൂക്ക് സപ്ലൈ ഓഫീസർ ഹിയറിംഗ് വിളിച്ചിട്ടുണ്ട്. താനും സാക്ഷികളും ഹാജരായി തെളിവ് മൊഴികളും നൽകി. ആ വാർഡിലെ മുഴുവൻ അംഗ അടക്കം താൻ അവിടെ താമസക്കാരി ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് CPIക്കാർ കൊണ്ടുവന്ന 2 സാക്ഷികളുടെ മൊഴി പ്രകാരമാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ തീരുമാനം എടുത്തത്. തന്റെ പേര് വെട്ടിയത് എന്നാണ് ശ്രീനയുടെ വാദം. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. തനിക്ക് കൂടി അവകാശപ്പെട്ട ഏറത്ത് പഞ്ചായത്തിലെ വീട് ഏതാനും പേർ കയ്യേറി താമസിക്കുകയാണ്. അതിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെന്നും ശ്രീനാദേവി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ശ്രീനാദേവിയെ വെല്ലുവിളിച്ചവരുടെ പൂട പോലും കാണാനില്ല എന്നാണ് വ്യക്തമാകുന്നത്. What?